പരിശോധന നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ആലപ്പുഴ എടത്വ കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിനും പൂട്ടുവീണു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദ് ചെയ്തത്. ഇതോടെ 30ഓളം വരുന്ന കുട്ടികളുടെ പഠനം പെരുവഴിയിലായി. കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂളിന് പൂട്ടുവീണത്. എടത്വ ഗ്രാമപഞ്ചായത്ത് AE, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു. സ്കൂളിന് പൂട്ടുവീണതോടെ 30ഓളം കുട്ടികളും 6 അധ്യാപകരും പെരുവഴിയിലായി. അരനൂറ്റാണ്ട് പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത്. ഞങ്ങൾക്ക് പിള്ളേരെ കൊണ്ട് ഇപ്പോൾ എവിടെ പോകാൻ ഇപ്പം എനിക്കിപ്പം പറ്റത്തില്ല. ജോർജിയൻ സ്കൂളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ കൊണ്ട് ചേർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ലെ ഇപ്പൊ ഈ പിള്ളേരെ ഇവിടുത്തെ അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ അവരും കാണിച്ചു തരണം. ഇതിപ്പോ ഞങ്ങൾ രമ്യപരമായിട്ട് കാര്യങ്ങൾ നീക്കി അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വന്നത്. സ്കൂളിന്റെ സീലിംഗ് അടർന്നും ഓടുകൾ പൊട്ടിയകന്ന നിലയിലുമായിരുന്നു. അരനൂറ്റാണ്ടിന് മുൻപാണ് കെട്ടിടം സ്ഥാപിച്ചത്. 2 വർഷം കൂടുമ്പോൾ ഓടിട്ട കെട്ടിടത്തിന്റെ ഓട് പൊളിച്ചു മാറ്റിയിടുന്നത് പതിവാണ്. എന്നാൽ ഈ സ്കൂളിന്റെ ഓട് 11 വർഷം മുൻപാണ് മാറ്റിയതെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് പറയുന്നു. 2022-ൽ 60 ലക്ഷം രൂപ മുടക്കി മറ്റൊരു കെട്ടിടം നിർമ്മിച്ചെങ്കിലും കൈവരിയുടെ അഭാവത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല. എടത്വ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിലെ കൈവരിയുടെ പേരിൽ 30ഓളം കുട്ടികളുടെ ഭാവി ജീവിതമാണ് പെരുവഴിയിലായത്. അമൃത ന്യൂസ്, ആലപ്പുഴ.